എന്നേട്ടാ ചൂടുണ്ടാന്ന് നോക്കണേ. എഴുതിയാ നീ പടവും വരച്ചോണ്ടിരിക്കുന്നു. എന്നോട് എഴുതാനല്ലേ പറഞ്ഞത്? എഴുത്. ആ ഇതിന്റെ പുറത്തൂടെ ഏട്ടാ ഏട്ടാ ഈ വായുവിലെ കണക്കൂട്ടിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ഈ വിദ്യ അച്ഛന് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് പേപ്പറും പെൻസിലും ഒന്നും വേണ്ടല്ലോ. ഈ വിദ്യ നീയും കൂടെ പഠിച്ചു വെച്ചോ. അങ്ങനെ പരീക്ഷകൾ എഴുതുമ്പോ ഇങ്ങനെ എഴുതി ആരും കാണൂലല്ലോ. അമ്പടി അവളുടെ ഒരു ബുദ്ധി. എഴുതാൻ പറഞ്ഞ അവൾ എഴുതത്തില്ല. എഴുതിക്കാൻ കൂടി അല്ല നമ്മുടെ ഈ കാര്യങ്ങള് ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഒരാളുടെ വരുമാനത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഏട്ടാ ഏട്ടന്റെ ഇപ്പോഴത്തെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അല്ല തന്നെ നിനക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്താ? അത് തന്നെ ഈ ഒറ്റ ഒരുത്തന്റെ വരുമാനം കൊണ്ട് ഈ വീട് പൊഴിഞ്ഞു പോകണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമല്ലേ? ഇപ്പൊ തന്നെ ഈ മാസം തന്നെ 3 കല്യാണം 2 പാല് കാച്ച് ഇതെല്ലായിടത്തും കൂടെ ഓടി പോകുമ്പോ തന്നെ കയ്യിരിക്കുന്ന പൈസ മൊത്തം തീർന്നു പോയില്ലേ? കല്യാണത്തിന് പോകുമ്പോ പറയാ എന്നാ കല്യാണം. ഇവള് ഇവിടെ ഇരുന്ന ഒന്നും പഠിക്കത്തില്ല. ഈ പടവും വരച്ച് വാചകം അടിച്ചോണ്ടിരിക്കും. പൊയ്ക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് എടുക്കെടുക്ക്. അകത്ത് പോയിരുന്ന് എഴുത് കേട്ടാ. മകളകത്ത് വരുന്നു കേട്ടാ. എഴുതണേ, വൃത്തിയായിട്ട് എഴുതണേ. ഏട്ടാ ഏട്ടൻ പറഞ്ഞ സത്യമാ. ഏട്ടന്റെ ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും കുടുംബം മുന്നോട്ട് പോകത്തൊന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകാം. ഏട്ടൻ വിടാഞ്ഞിട്ട് അന്ന് നാത്തൂന്റെ കൂടെ എന്നെ വിട്ടില്ലല്ലോ. തൊഴിലുറപ്പിനല്ല, നാത്തൂൻ അന്ന് മറ്റേ ആ ബോർമയിൽ പോയില്ലേ അവിടെ. തൊഴിലുറപ്പിനൊന്നും ഞാൻ പോകത്തില്ല. വെയിലുള്ള എനിക്ക് പറ്റൂല. വേറെ കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു അന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നം എന്താന്ന് പറ. പ്രശ്നം ഇത് തന്നെ. ഈ ചെലവെല്ലാം അവിടെ വന്ന് കൂടുന്നതനുസരിച്ച് ഇപ്പൊ നമുക്ക് അതിനനുസരിച്ച് വരവില്ലല്ലോ. വരവിനനുസരിച്ചല്ല നമ്മളിപ്പോ ചെലവാക്കുന്നത്. ചെലവെല്ലാം ഒരുപാട് കൂടുതലല്ല. അപ്പൊ അതോ എല്ലാം നോക്കിക്കൊണ്ടിരുന്നാ കൊള്ളാം. ആ വേടക്കൂട്ടാ, ആ കുടിച്ചിരുന്നില്ലേ അവിടെ ചുറ്റും? വേണേ ഇച്ചിരി കൂടെ എടുത്തിട്ട് വരാം. ആ ഇല്ല ഇല്ല ഇല്ല. അയ്യോ നമ്മൾ വിചാരിച്ച ആ നോക്കട്ടെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ശരി ശരി. ആ ആ ഓക്കെ. ആരായിരുന്നു ഏട്ടാ? വേണുകുട്ടൻ. അല്ല അവൻ്റെ അനിയത്തി ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. നല്ല പിടിക്കുക. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിലുണ്ട് അവള്. പക്ഷെ കുറച്ച് റെക്കമെൻഡേഷൻ വേണ്ടി വരും. റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ അതായത് ഇപ്പം ഇനിയിപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ആദ്യത്തെ 50 പേരിനുള്ളിൽ വരണം. എന്നാലേ കിട്ടുള്ളൂ. അപ്പം അതിന് ഈ രാഷ്ട്രീയ സ്വാധീനം അങ്ങനെ എന്തെങ്കിലും സ്വാധീനമുള്ളവരെ സമീപിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ആണോ? 1 ലക്ഷം രൂപയോ? ജോലിയല്ലേ, ജോലിക്ക് വേണ്ടി. എൻ്റെ അടുത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടെന്ന് ചോദിച്ചു. നമുക്ക് ആരിയിരിക്കുന്നത്? ഏട്ടാ നമുക്ക് ഈ കാര്യം ക്ലീറ്റോ ചേട്ടനോടൊന്ന് പറഞ്ഞാലോ? ക്ലീറ്റോ ചേട്ടനോട്. ഏട്ടൻ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. ക്ലീറ്റോ ചേട്ടൻ അത്ര മോശക്കാരനൊന്നും അല്ല. പുള്ളിക്ക് മുകളിൽ വരെ നല്ല പിടിയൊക്കെ. നല്ല പിടിയാ. എടി അതൊക്കെ ചുമ്മാ ബടായി അടിക്കണവൻ. അവൻ ആരെയും പരിചയമില്ല, ഒരു പുല്ലുമില്ല. നടക്കില്ല. ഏട്ടാ 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ നമ്മൾ എടുക്കണം. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ ഈ കാര്യം ഏറ്റാലേ, ആ പറഞ്ഞില്ലേ അവര് മറ്റേ വേണുക്കുട്ടൻ കുറച്ച് പൈസ ക്ലീറ്റോ ചേട്ടന് കൊടുക്കത്തില്ലേ? അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ നമുക്ക് കുറച്ച് മേടിക്കാമല്ലോ. അത് ശരിയാവില്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ലേ, യവൻ ഏറ്റ ആ കാര്യം നടക്കൂലെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം യവൻ കുഴിച്ചും ചാടും. പിന്നെ ഞാൻ അതിന്റെ പിറകെ കിടക്കേണ്ടി വരും. എന്തിനാണ് വല്ലാത്ത കൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. നാത്തും വഴിയൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ എന്തിനാ ഞാൻ പ്രസ്ഥാനം പറയാനാ? അയ്യോ, പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയണ കാര്യങ്ങൾ
പലചരക്ക് ഇടയിൽ കണക്കിൻ്റെ കാര്യം, പാൽക്കാരന് കൊടുക്കാനുള്ളത്, പിന്നെ മീൻ വാങ്ങിയെടുത്ത് ഇത്ര പൈസ ബാക്കി കൊടുക്കാനുണ്ട്, പിന്നെ അല്ലെങ്കിൽ പറയും അവിടെ നൂല് കെട്ടുണ്ട്, പിന്നെ മറ്റിടത്ത് കല്യാണമുണ്ട്, പിന്നെ അത് ഇതെന്ന് പറഞ്ഞ് പൈസയുടെ കണക്കായിരിക്കും. ഇതൊക്കെ പറഞ്ഞാലും ക്ലീറ്റോന് വെറുതെ കേട്ടാ പോരെ, ഇതിനൊന്നും പൈസ ചെലവാക്കണ്ടല്ലോ. അപ്പം നിനക്കറിയാലോ വെറുതെ നീ എന്തിനാണ് വർത്താനം പറഞ്ഞ സമയം കളയാൻ കിടന്ന് ഉറങ്ങടി, ഞാനിത് വായിക്കട്ടെ. വേണ്ട ഒന്നും അതെ, ഈ പൊതുപ്രവർത്തനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഞങ്ങളോട് 10 മിനിറ്റ് സംസാരിക്കില്ല. എന്തോന്ന് 10 മിനിറ്റ് വർത്താനം പറയാൻ നിങ്ങളടുത്ത്? എനിക്കുണ്ടല്ലോ ക്ലീറ്റോ, എനിക്കുണ്ടല്ലോ. നിനക്ക്? എനിക്കേ ക്ലീറ്റോന്റെ വില കുറച്ച് കയറ്റണം. ചന്തയെ കൊണ്ട് തന്നെ ലേലം ചെയ്യാൻ പോണോ? അല്ല അങ്ങനല്ല പരിപാടി. എടി നീ കിടന്ന് ഉറങ്ങ്. അതല്ല ക്ലീറ്റോ, ക്ലീറ്റോ ഈ പൊതുവെ ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് ക്ലീറ്റോന് ക്ലീറ്റോ വിചാരിച്ചാൽ ഒന്നും നടക്കൂല എന്നല്ലേ. അതൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ ഒരു ധാരണയുള്ള ഒരാള്, പ്രധാനപ്പെട്ട ആള് ഇതിനകത്ത് ഈ പഞ്ചായത്തിലുള്ളത് എനിക്കറിയാവുള്ളത് നിന്റെ ആങ്ങള. അതല്ലേ പറഞ്ഞ ഇന്നൊരു സംഭവം ഉണ്ടായി ക്ലീറ്റോ. ക്ലീറ്റോ കേൾക്കണം. എന്തൊരു ഇതാ അവര് പറയുന്നത്. കനകന്റെ ഒരു കൂട്ടുകാരനില്ലേ വേണുക്കുട്ടൻ. ആ പുള്ളിക്കാരന്റെ പെങ്ങക്ക് ഒരു ജോലിക്കാരി ശരിയായിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പെങ്ങൾക്ക് ഒരു ജോലിക്കാരിയാ? എങ്ങാണ്ടും ആണ്. ജോലി അവരുടെ വീട്ടിൽ ജോലിക്കാരി ശരിയായി. ജോലിക്കാര്യം. പറഞ്ഞോ. അപ്പൊ ഉണ്ടല്ലോ, പക്ഷെ ആ ജോലി കിട്ടണമെങ്കിൽ പുള്ളിക്കാരിക്ക് എന്താണ്ട് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ 50ാമത്തെ റാങ്കിന്റെ ഉള്ളിൽ കിട്ടണം. അപ്പൊ ഏതെങ്കിലും പുള്ളിക്കാരി പഠിക്കുകയൊക്കെ ചെയ്യും ആ പെങ്കൊച്ച്, പക്ഷെ അതിനൊരു പേടി. അപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ആ പേടി മാറാനായിട്ട് ഏതെങ്കിലും ജോത്സ്യന്മാരെങ്കിലും കണ്ടൊരു നൂലോ എന്തെങ്കിലും എഴുതി കെട്ടാൻ പറയും. അതല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് പറയിച്ചിട്ടുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ കയറാന്ന്. മനസ്സിലായില്ലേ? എന്നിട്ട് അവര് ജമന്തിയും കനകനും കൂടി അങ്ങനെ ഇവരൊക്കെ ചെയ്ത് ഏതാ ഒരു നല്ല രാഷ്ട്രീയക്കാരനുള്ളതെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞു ക്ലീറ്റോ ഇവിടെ ഉള്ളപ്പോഴത്തേനും ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ചപ്പോ പറയാണ് ക്ലീറ്റോ നടക്കൂലെന്ന്. അല്ല അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിനെ തിരുത്തണ്ട. വേണ്ട അതിനെ തിരുത്തല്ലേ ദൈവം ചെയ്ത് അവന്റെ കച്ചട കേസ് ഞാൻ ഇടപെടണില്ല. അങ്ങനെയല്ല ക്ലീറ്റോ, ഞാൻ ആകെ ചെറുതായിപ്പോയി. ക്ലീറ്റോന്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയാം, എനിക്കറിയാം. അപ്പൊ അത് 10 പേര് അറിയട്ടെ. അത്ര എന്തിനാ അങ്ങനെ നമ്മളെ വില കുറച്ച് കാണിക്കറിയാം. എന്റെ നാട്ടുകാർക്കറിയാം എന്റെ കഴിവും എന്റെ പ്രവൃത്തികളൊക്കെ അവർക്കറിയാം. അത് മാത്രല്ല ക്ലീറ്റോ, അതായത് ഏതോ ഒരു കള്ളം പറഞ്ഞേക്കുന്നു, ഏതോ ഒരു കള്ള രാഷ്ട്രീയക്കാരൻ പറഞ്ഞേക്കുന്നു 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 1 ലക്ഷം രൂപയെ. അപ്പൊ അവർക്കാണെങ്കിൽ അത്രയും പൈസ കൊടുക്കാനില്ല. അപ്പൊ 50,000 രൂപ വരെ തരാം, അങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ലീറ്റോയ്ക്ക് പൈസ ഒന്നും വേണ്ട, പക്ഷെ ക്ലീറ്റോ വിചാരിച്ച ചെയ്തു തരാൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ പറഞ്ഞു നമ്മള് ഗാന്ധി മാർഗത്തിലല്ലേ സംഭവം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ചെയ്തു കൊടുക്കാൻ പറ്റും. എൻ്റെ പ്രസിഡന്റിനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. പക്ഷേ ഞാനത് പ്രസിഡന്റിനോട് പറയില്ല. കാരണം എൻ്റെ അളിയൻ്റെ കച്ചട കേസാണ്, അവൻ്റെ ഇടപെടൽ എനിക്ക് വേണ്ട. ജമന്തിക്കാണെങ്കിൽ നമ്മളത് പറയേണ്ട കാര്യമില്ല. ഇത് വേണുകുട്ടൻ്റെ അനിയത്തിക്കല്ലേ. എന്നാലും വേണക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരനല്ലോ ഈ കാര്യം. ഞാനങ്ങ് പറഞ്ഞു ക്ലീറ്റോ ശരിയാക്കി തരുന്നു. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചാടി. പിന്നെ എന്റെ ഭർത്താവ് രാഷ്ട്രീയക്കാരനല്ലേ, പ്രമുഖൻ. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഞാനൊന്ന് പൊങ്ങി നിൽക്കട്ടെ ക്ലീറ്റോ. രാഷ്ട്രീയക്കാരെന്ന് കണ്ട ആ പോപ്പുകളുടെ എല്ലാ കേസും ഒന്നും എടുക്കില്ല. ഞങ്ങൾക്ക് തോന്നണം നിലവാരമുള്ള, നമുക്ക് ഗുണമുള്ള, ഭാവിയിലും ഗുണമുള്ള കേസുകൾ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഇതിപ്പോ നീ പറഞ്ഞതേക്ക് ഞാൻ ആലോചിക്കാം. അപ്പൊ സമ്മതിച്ചു. ആലോചിക്കാന്ന് പറഞ്ഞ ക്ലീറ്റോ ചെയ്തു.